ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഒരുക്കും സ്വാഗതം. ഇന്നേ ദിവസം തിയേറ്ററുകളിലേക്ക് എത്തിയ നമ്മുടെ മലയാളത്തിന്റെ ലാലേട്ടന്റെ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത സിനിമയാണല്ലോ എമ്പുരാൻ. സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയ ആദ്യ പ്രതികരണങ്ങളെല്ലാം തന്നെ കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സിനിമ തിയേറ്ററുകളിലെ മികച്ച കളക്ഷനോടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ എമ്പുരാൻ എന്ന സിനിമയുടെ റിലീസിന് ഒരുപാട് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പലതവണ ചർച്ചകളിൽ വന്നതാണല്ലോ സിനിമയിൽ മമ്മൂട്ടി ഉണ്ട് എന്നൊരു റൂമർ. എപ്പോഴൊക്കെ ആ ഒരു റൂമർ നിശ്ചിത ഇടവേളകളിൽ വീണ്ടും പൊങ്ങി വരുന്നുവോ അപ്പോഴൊക്കെ മമ്മൂട്ടി സിനിമയിലില്ല എന്ന് പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോഴത്തെ മമ്മൂട്ടി ഇല്ല എന്നത് ഇനി പ്രത്യേകിച്ച് പ്രേക്ഷകരെ അറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ, സിനിമ കണ്ടവർക്ക് അറിയാം. ഇതിനിടയിൽ മമ്മൂട്ടി സിനിമയിലുണ്ട് എന്ന് തർപ്പിച്ച് പറയുന്ന പല പേജുകളെ നിങ്ങൾ തന്നെ കണ്ടിരിക്കുമല്ലോ. എന്തായാലും ആ വാർത്തയെല്ലാം തന്നെ തെറ്റായിരിക്കുന്നു എന്ന് പ്രത്യേകം അറിയിച്ചു കൊള്ളട്ടെ. മമ്മൂട്ടി സിനിമയിലുണ്ട് എന്നൊരു റൂമർ വലിയ ആവേശത്തോടെയായിരുന്നു മമ്മൂട്ടി ആരാധകർ സ്വീകരിച്ചത്. മമ്മൂട്ടി സിനിമയിലുണ്ടെങ്കിൽ സിനിമയുടെ റെക്കോർഡിൽ ഭാഗമാകുന്നതിൽ ഞങ്ങൾ മമ്മൂട്ടി ആരാധകർക്ക് സന്തോഷമേ ഉള്ളൂ. അതിൽ ഞങ്ങൾ റിയൽ മമ്മൂട്ടി ഫാൻസിനൊന്നും തന്നെ എതിർപ്പില്ല എന്ന രീതിയിലുള്ള ഒരുപാട് കമൻറ്റുകൾ നമുക്ക് കാണാനായിട്ടിടയായി. എന്തായാലും ഇപ്പോഴത്തെ മമ്മൂട്ടി ആരാധകർക്ക് നിരാശയാണുള്ളത്. സിനിമയിൽ എമ്പുരാനിൽ മമ്മൂട്ടിയില്ല. ഇതിനിടയിൽ ഒരു ദിവസം മുന്നേ എമ്പുരാനിൽ അഭിനയിക്കുന്ന ഒരു കാമിയോ റോളിനെ കുറിച്ച് പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. ആ പറഞ്ഞ ആൾ ഇതിനോടകം തന്നെ സിനിമയിലുണ്ട് എന്നത് നമ്മുടെ അപ്ഡേറ്റ് ശരിവയ്ക്കുന്നു. 1-2 മാസങ്ങൾക്ക് മുന്നേ തന്നെ ഇന്ന് മാർച്ച് 27-ാം തീയതി എമ്പുരാനോടൊപ്പം ക്ലാഷ് റിലീസ് പ്രഖ്യാപിച്ച തമിഴ് സിനിമയായിരുന്നല്ലോ ചിയാൻ വിക്രം നായകനെത്തിയ വീരധീര സൂരൻ. ഇപ്പോഴത്തെ ഒരുപാട് മണിക്കൂറുകൾ വൈകിയാണെങ്കിലും ഇന്ന് സിനിമയുടെ ആദ്യ പ്രദർശനം നമ്മുടെ ഇന്ത്യയിലെ തിയേറ്ററുകളിൽ ആരംഭിക്കപ്പെട്ടിരിക്കുകയാണ് എന്നൊരു റിപ്പോർട്ടാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ടുള്ളത്. നേരത്തെ ഇന്ന് രാവിലെ ഡൽഹി ഹൈക്കോടതി സിനിമയ്ക്ക് 4 ആഴ്ച ബാനെല്ലാം തന്നെ നൽകിയിരുന്നു. എന്നാൽ KDMന്റെ ഇഷ്യൂസ്, ലൈസൻസ് ഇഷ്യൂ ആണ് അങ്ങനെ ഒരു ബാനിന് കാരണം. സാമ്പത്തിക പ്രശ്നമായതുകൊണ്ട് തന്നെ ഇതിനോടകം തന്നെ സിനിമയുടെ സംവിധായകൻ നായകൻ വിക്രം ഒപ്പം തന്നെ SJ സൂര്യ എല്ലാം തന്നെ ഇടപെട്ടാണ് ഇതിനോടൊപ്പം തന്നെ KDM ലൈസൻസ് ഇഷ്യൂ ഒഴിവായി കിട്ടിയത്. ഇന്ന് വൈകിട്ട് 6 മണി മുതലാണ് സിനിമയുടെ ആദ്യ പ്രദർശനം ആരംഭിച്ചിരിക്കുന്നത്. ആദ്യ ദിവസത്തെ കളക്ഷന് ബാധിക്കുമെങ്കിൽ പോലും നല്ല അഭിപ്രായങ്ങൾ വന്നാൽ അടുത്ത ദിവസങ്ങളിൽ കത്തിപ്പടരാനുള്ള സാധ്യത വിക്രം സിനിമയ്ക്കുണ്ട്. കാത്തിരിക്കൂ സിനിമയുടെ ആദ്യ പ്രതികരണങ്ങൾ കേട്ട്.